ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 3 പോർട്ട് ഓഫ് ഗോൾഡിൻ്റെ രണ്ടാം ഭാഗമാണ്. സോ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണുക. സോ ഇനി എന്തൊക്കെയാണ് അടുത്ത ഭാഗങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു ബ്രീഫായിട്ട് കഴിഞ്ഞ യൂണിറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്കിവിടെ പറയാം. The first part of the play established Euclio as a miser. Megadoros' proposal of marriage to Euclio's daughter has been accepted and the servants are busy executing orders for the wedding feast. നേരത്തെ കണ്ടതുപോലെ തന്നെ യൂക്ലിയോൻ്റെ പിശുക്കത്തരത്തിനെ കുറിച്ചും അതുപോലെ തന്നെ മെഗഡോറസ് പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട് യൂക്ലിയോൻ്റെ ഡോട്ടറായിട്ടുള്ള ഫെഡറിയെ കല്യാണം കഴിക്കാൻ. അതുപോലെ തന്നെ കുറച്ച് സെർവൻസിനെ അദ്ദേഹം അയച്ചു. മെഗഡോറസ് എവിടത്തേക്ക്? യൂക്ലിയോൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തിനാണ്? അവരുടെ വെഡ്ഡിങ് ഫീസ്റ്റ്, അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? യൂക്ലിയോ മൂവ്സ് ഹിസ് പോട്ട് ഓഫ് ഗോൾഡ് ഔട്ട്സൈഡ് ദ ഹൗസ് ആൻഡ് ന്യൂ സ്ട്രിങ് ഓഫ് ഇവൻറ്റ്സ് ബിഗിൻ. ഇതിൻ്റെയൊക്കെ ഇടയിൽ യൂക്ലിയോ വളരെ പരിഭ്രാന്തനായിട്ട് നമ്മൾ കണ്ടല്ലേ. അദ്ദേഹം പോട്ട് ഓഫ് ഗോൾഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് നഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം ആ പോട്ട് ഓഫ് ഗോൾഡ് വീട്ടിൻ്റെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് ഫുൾ പേടിയാണ്, ഇത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള പേടിച്ചിട്ട് അദ്ദേഹം ഈ പോട്ട് ഓഫ് ഗോൾഡ് വീട്ടിൽ നിന്നും പുറത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഇവൻറ്റ്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോർട്ട് ഓഫ് ഗോൾഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ. സോ ഇതിൽ എനിക്ക് കാണിക്കുന്നത് മെഗഡോറസിൻ്റെ ഒരു സ്പീച്ചാണ്. അതായത് മെഗഡോറസ് വന്നിട്ട് എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഗഡോറസിൻ്റെ ഈ സ്പീച്ചിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അന്നത്തെ റോമൻ സൊസൈറ്റിയുടെ വർക്കിങ്സ്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്ത് വാല്യൂസാണ് അവർക്ക് ഉണ്ടായിരുന്നത്, അവരെങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ മാരേജ് എങ്ങനെയാണ് കല്യാണം എന്നുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത്, കല്യാണത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ഇതൊക്കെ നമുക്കിനി മെഗഡോറസിൻ്റെ ഒരു സ്പീച്ചിലൂടെ റോമൻ ഓഡിയൻസിന് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അത് നമുക്ക് നോക്കാം. എ വ്യൂ ഓഫ് സൊസൈറ്റി ഇൻ റോം. ഫ്രം മെഗഡോറസ് സ്പീച്ച് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റോമൻസ് ഫോളോഡ് എ സിസ്റ്റം ഓഫ് ഡൗറി. അപ്പം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, റോമൻ സൊസൈറ്റിയിൽ അപ്പോൾ അക്കാലത്ത് സ്ത്രീധനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോഴും ഉണ്ടല്ലേ, നമ്മുടെ നാട്ടിലും ഇപ്പോൾ സ്ത്രീധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് റോമൻ സൊസൈറ്റിയിലും ഈ ഡൗറി സിസ്റ്റം ഉണ്ട് നമുക്ക് മനസ്സിലായി. സോ Megadoros shares with the audience the anxieties related to the dowry brought by the rich woman in marriage. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഡൗറി ആയിട്ട് വരുന്ന പെൺകുട്ടികൾ എന്തായിരിക്കും? കുറച്ച് ബോസി ആറ്റിറ്റ്യൂഡായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ഭയങ്കര ചിലവായിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ മെഗഡോറസ് ആരെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? ഡൗറിയൊന്നും ഇല്ലാത്ത ഒരു യങ് വുമണിനെ മതി എന്നാണ് മെഗഡോറസിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹി പ്രിഫേഴ്സ് ഹിസ് സ്റ്റാൻസ് ഓഫ് മാരിങ് എ യങ് വെർച്വസ് ഗേൾ വിത്തൗട്ട് എനി ഡൗറി. ദ അഡ്വാൻറ്റേജസ് ആസ് ഹി സീസ് ഇറ്റ് ആർ മെനി. അവൻ എന്ത് കാണുന്നുണ്ട്? മെഗഡോറസ് അതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് കാണുന്നുണ്ട്. അതായത് ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ കല്യാണം കഴിക്കലാണെങ്കിൽ അതിലൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് മെഗഡോറസ് വിശ്വസിക്കുന്നത്. ഹി ഇക്വേറ്റ്സ് വെർച്യു വിത്ത് പോവർട്ടി. അതായത് പാവപ്പെട്ടവളാണെങ്കിൽ അവൾ ഒരു വെർച്യു ഉള്ള ഒരു പെണ്ണായിരിക്കും. അതായത് വളരെ അടക്കോ ഒതുക്കുള്ളൊരു പെണ്ണായിരിക്കും. അവൾ പാവപ്പെട്ടവളായതുകൊണ്ട് അടക്കോ ഒതുക്കുള്ള പെണ്ണായിരിക്കും. അതുപോലെ തന്നെ ഹി ബിലീവ്സ് ദേ വുഡ് ബി ഫാർ ലെസ് എക്സ്ട്രാവാഗൻറ്റ്. ദ ആബ്സെൻസ് ഓഫ് എനി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഫ്രം ദെയർ പാരൻസ് സൈഡ് വുഡ് ഓൾസോ കീപ് ദം ഡെമ്യൂർ ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹസ്ബൻഡ്സ്. അവർക്ക് ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ എന്തായിരിക്കും? ഹസ്ബൻഡിൻ്റെ മുന്നിൽ വളരെ അടങ്ങി നിന്നോളും. ഹസ്ബൻഡ് എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അതും ചെയ്ത് ജീവിച്ചോളും. അപ്പം ഈ ഒരു കാര്യം മെഗഡോറസ് പറയുമ്പോൾ റോമൻ അന്നത്തെ സെറ്റിംഗ് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് പൈസ ഇല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്താ വോയിസ് ഇല്ല. ഡൗറി ആയിട്ട് വരുന്ന പെൺകുട്ടികൾ ബോസിനെസ് കാണിക്കാം, അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ ചെയ്യാം, അവൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ അവൾക്ക് ഫിനാൻഷ്യലി സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എല്ലാ ഫീൽഡിലും അവൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. നേരെ മറിച്ച് പൂറായിട്ടുള്ളൊരു ഗേൾ എന്താണ്? അവൾ ഹസ്ബൻഡിൻ്റെ കീഴിൽ എന്താണോ അവൻ പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അന്നത്തെ കാലത്ത് അവിടെയുള്ള സ്ത്രീകൾ അനുഭവിച്ച് വന്നിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ. സോ ഇൻ ഷോർട്ട്, മാരിങ് എ വുമൺ വിത്തൗട്ട് ഡൗറി വുഡ് ഗിവ് ദ മാൻ ആൻ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ സ്ത്രീധനമില്ലാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ് ഏറ്റവും ഒരു പുരുഷന് അഡ്വാൻറ്റേജ് ആയിട്ട് ഉള്ളത്. ഇൻ കോൺട്രാസ്റ്റ്, ദ വുമൺ വിത്ത് ഡൗറി ആർ സീൻ ആസ് അറഗൻറ്റ് ആൻഡ് സ്പെൻഡ്ത്രിഫ്റ്റ്സ്. അതിപ്പോൾ ഡൗറി ആയിട്ടുള്ള പെൺകുട്ടികൾ എന്തായിരിക്കും? അവർ വളരെ പൈസ ഇങ്ങനെ ചിലവാക്കുന്നവളും പിന്നെ അതുപോലെ തന്നെ അറഗൻ്റ് ഒക്കെ ആയിരിക്കും എന്നാണ് മെഗഡോറസ് സ്പീച്ചിലൂടെ പറയുന്നത്. അക്കോർഡിംഗ് ടു മെഗഡോറസ്, ദെയർ ഗ്രീഡ് ഈസ് ബിയോണ്ട് മെഷർ. അവരുടെ അത്യാഗ്രഹികളായിരിക്കും.
ആയിരിക്കും അവരുടെ അത്യാഗ്രഹം നമുക്ക് മെഷർ ചെയ്യാൻ വരെ പറ്റില്ല. പിന്നെ ഫർദർ ദേ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ഇൻ ഡ്രൈവിംഗ് ഹോം ടു ദെയർ ഹസ്ബൻഡ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൗറി. അപ്പോൾ അവർ വീട് തലകീഴായി മറിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരെ ചെയ്യുമെന്നാണ് മെഗഡോറസ് വിശ്വസിക്കുന്നത്. സോ ഇതിലിനി പറയുന്നത് മെഗഡോറസിൻ്റെ ഒരു സ്പീച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് ഇനി ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മെഗഡോറസ് വന്ന് പറഞ്ഞ സ്പീച്ച് സ്റ്റേജിൽ വന്നിട്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സമ്മറിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഓൺ റീഡിങ് ദിസ് സ്പീച്ച് വൺ ക്യാൻ മാർക്ക് വേരിയസ് സോഷ്യൽ ഡിവിഷൻസ്. അക്കാലത്ത് റോമൻ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഡിവിഷൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇൻ ദ പ്രോസസ് ദെയർ ഗെയിൻ ഈസ് നോട്ട് വർത്തി. മെൻ ലൈക്ക് മെഗഡോറസ് ആർ ലൈക്ലി ടു ഗെറ്റ് യങ്ങർ വുമൺ ലൈക്ക് യൂക്ലിയോസ് ഡോട്ടർ, ബട്ട് ഓവർ ആൻഡ് അബവ് ദിസ് ദേ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീങ് ട്രീറ്റഡ് ആസ് സുപ്പീരിയേഴ്സ് വിത്തിൻ ദ ഫാമിലി യൂണിറ്റ്. അതായത് ഇത് ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. യൂക്ലിയോൻ്റെ ഡോട്ടർ ഒരു പാവപ്പെട്ടവളായതുകൊണ്ട് തന്നെ, അവരുടെ അടുത്ത് പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മെഗഡോറസ് അവിടെ ഒരു സുപ്പീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അവൻ്റെ അടുത്ത് പൈസ ഉള്ളത് കൊണ്ട് അവനെ എല്ലാവരും ഒരു സുപ്പീരിയർ ആയിട്ടേ കണക്കാക്കുള്ളൂ എന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടും ഏറ്റവും നല്ലത് അങ്ങനെ കല്യാണം കഴിക്കുന്നതാണ് എന്നാണ് മെഗഡോറസ് അവൻ്റെ സ്പീച്ചിലൂടെ പറയുന്നത്. അവൻ ആ സ്പീച്ചിൽ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് പൈസയുള്ള റിച്ച് ഡൗറിയൊക്കെ കൊണ്ടുവരുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൾ അവളുടേതായിട്ടുള്ള റൂളാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് താഴെ നമ്മൾ തലയും കുനിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു തീമാണ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത്രയാണ് ആ ഒരു ഭാഗത്ത്. ദ പീപ്പിൾ ഓഫ് റോം, നെക്സ്റ്റ് സെക്ഷനാണ് ദ പീപ്പിൾ ഓഫ് റോം. Okay, through the character of Megadorus, we get an insight into the colorful world of Rome. We generally understand the society through the powerful people depicted in the tragedies and comedies, but Plautus gives us a window into the ordinary people of Rome. നമുക്ക് പ്ലോട്ടസ് ഈ ഒരു വർക്കിലൂടെ ആ കാലത്തുള്ള ഓർഡിനറി പീപ്പിളിൻ്റെ അവസ്ഥയാണ് കാണിച്ചിരുന്നത്. അതിന് മുന്നേയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അധിക പ്ലേയിലും വന്നത് എന്താ, ട്രാജഡീസ്, പിന്നെ അതുപോലെ തന്നെ വലിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പവർഫുൾ പീപ്പിളിനെ കുറിച്ചൊക്കെ ആയിരുന്നു. നേരെ മറിച്ച് പ്ലോട്ടസ് വന്നിട്ട് ഈ ഒരു വർക്ക് കൊണ്ടുവന്നതോടുകൂടി ഓർഡിനറി പീപ്പിൾ ഓഫ് റോമിലെ ഓർഡിനറി പീപ്പിളിൻ്റെ കഥയാണ് അദ്ദേഹം ഇതിലൂടെ കാണിച്ചിരുന്നത്. റിയലിസ്റ്റിക് ആണ് അല്ലേ അദ്ദേഹത്തിൻ്റെ വർക്ക്. സോ അതാണ് ഇവിടെ പറയുന്നത്. As Megadorus recounts the kind of extravagance the rich women are involved in, we understand the different kinds of things produced in society and the people who are involved in its production. Due to women's extravagance, the following creditors appear. അപ്പോൾ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ മെഗഡോറസിൻ്റെ വീണ്ടും പറയുന്ന മെഗഡോറസ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്ന പിന്നീടുള്ള വരികൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ദീസ് പീപ്പിൾ റിസീവ് എ സ്ലൈറ്റ് മെൻഷൻ ഇൻ ദ പ്ലേ ബട്ട് ഗിവ്സ് എസ് എ വൈഡർ എക്സ്പാൻസ് ഓഫ് ദ സോഷ്യൽ കോമ്പസിഷൻ ഓഫ് ദ ടൈംസ്. ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ആ കാലത്തെ ഒരു അവസ്ഥ, ഓക്കെ, വുമണ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തത്. സോറി, ഇത് കുറച്ച് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്തത് നോക്കാം. These lines clarify that the only road that the men with money have for virtuous women without dowry is subjugation to their husbands. The women from rich families not only bring a dowry but also a financial assertion over with the husbands as little control. പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഹസ്ബൻഡ്സിന് ലിറ്റിൽ കൺട്രോളേ ഉണ്ടാവും ഡൗറി ആയിട്ട് കൊണ്ടുവരുന്ന പെൺകുട്ടികളാകുമ്പോൾ. ഓക്കെ, അവരെന്താണ്, പിന്നെ ഒബീഡിയൻസ് ഒന്നും അവർ കാണിക്കില്ല. അതുപോലെ തന്നെ അതൊരു രോഗമായിട്ടാണ് ഇവിടെ മെഗഡോറസ് കാണിക്കുന്നത്. ഹീ കൺസിഡേഴ്സ് ഇറ്റ് ആസ് എ ഇൽ, ഒരു രോഗമായിട്ട് കാണിക്കുകയാണ്. അതായത് ഡൗറി ആയിട്ട് വരുന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ടേംസിൽ ജീവിക്കുന്നത് ഒരു രോഗമായിട്ട് കണക്കാക്കുകയാണ്. സോ എത്രത്തോളം സ്ത്രീകൾ പിന്നെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിൽ പറയുന്നത് ടേക്കിംഗ് ദ പ്ലോട്ട് എഹെഡ്. അതായത് ഇനി എന്താണ് കഥയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യൂക്ലിയോ ഓവർ ഹിയേഴ്സ് മെഗഡോറസ് ഇൻസൈറ്റ് ഇൻ ടു മാരേജ് ആൻഡ് വുമൺ. യൂക്ലി ഇതൊക്കെ കേൾക്കുകയാണ്, മെഗഡോറസിൻ്റെ മാരേജിനെ പറ്റിയിട്ടും വുമണിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസ്താവനകളൊക്കെ അദ്ദേഹം കേൾക്കുകയാണ്. ദിസ് ഈസ് ഫോളോഡ് ബൈ എ കൈൻഡ് ഓഫ് വെർബൽ ഗെയിം ബിറ്റ്വീൻ മെഗഡോറസ് ആൻഡ് യൂക്ലിയോ. ഇനി അതിനുശേഷം സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താ, മെഗഡോറസും യൂക്ലിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്കിനി കാണാൻ വേണ്ടി പറ്റുന്നത്.
He criticized his son-in-law to be ascending the crooks in all the nooks and calling them cooks. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിരിയുണെടുത്തു അല്ലേ ഓഡിയൻസിൽ. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സണ്ണിലോ, അതായത് മെഗഡോറസിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്. അദ്ദേഹം അയച്ച കുക്സൊക്കെ ക്രൂക്സ് ആണ്, വളരെ കണ്ണിങ് ആണ് അവരൊക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അവരുടെ സ്ട്രേഞ്ച് ബിഹേവിയറും അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് കുക്കിനെ കണ്ട് അദ്ദേഹം നേരത്തെ ചാപ്റ്ററിൽ പറഞ്ഞില്ല, അദ്ദേഹം തെറ്റിദ്ധരിച്ചു അല്ലേ, ഇത് പോട്ട് ഓഫ് ഗോൾഡ് എടുക്കാൻ വന്ന ഒരു കള്ളനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, അതുതന്നെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ അയച്ച കുക്കെല്ലാം ക്രൂക്സ് ആണ് അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്ലോട്ടൈൻ്റെ ഹ്യൂമറാണ് നമുക്ക് ഈ വരികളിലൊക്കെ കാണിക്കുന്നത്. ദിസ് ക്രിയേറ്റ്സ് ദ ഐഡിയ ഓഫ് ദ ഫേമസ് പ്ലോട്ടൈൻ ഹ്യൂമർ. ഓക്കെ, ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് വി എക്സാമിൻ ദ റെലവൻസ് ഓഫ് സ്ലേവ്സ് ഇൻ പ്ലോട്ടസ് ഡ്രാമ. നമ്മൾ നേരത്തെ യൂണിറ്റിൽ പ്ലോട്ടസിൻ്റെ ഡ്രാമയിൽ സ്ലേവ്സിൻ്റെ റെലവൻസ് പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം സ്ലേവ്സിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും സ്ലേവ്സിനെ എന്താക്കിയിട്ടില്ല, സൈലൻ്റ് ആക്കി വെച്ചില്ല. അവരവരുടെ കാര്യങ്ങൾ വോയിസ് പറയാനുള്ള കഴിവ്, ആ ഒരു ക്യാരക്ടറാണ് അവർ പിന്നെ പ്ലോട്ടസ് സ്ലേവ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ പറയുന്നത് സ്ട്രോബിലസ് എന്ന് പറഞ്ഞൊരു സ്ലേവ് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ ഹീ സ്ലീപ്പിംഗ് ഹി മസ്റ്റ് സെർവ് ഹിസ് മാസ്റ്റർ ഇൻ ഹിസ് ഡ്രീംസ്. അതായത് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ മാസ്റ്ററെ സെർവ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ സ്ലേവ്സിൻ്റെ അന്നേരത്തെ അവസ്ഥയാണ് മനസ്സിലാക്കി തരുന്നത്, അവരെത്രത്തോളം പിന്നെ പ്രശ്നത്തിലാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ വരികളിലൂടെയൊക്കെ മനസ്സിലാവുന്നത്. The slaves were to be totally devoted to their masters, but they were generally not supposed to express any opinion. അന്നത്തെ കാലത്ത് റോമയിലെ സ്ലേവ്സിന് അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അവരവരുടെ മാസ്റ്റേഴ്സിന് ഡിവോട്ടായിട്ട് ജീവിക്കാനുള്ള കാര്യം മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ദിസ് ഐഡിയ ഓഫ് ദ സ്ലേവ്സ് പെർഫോമിംഗ് സോഷ്യലി ആൾട്ടേഴ്സ് ദ കൺവെൻഷണൽ റോൾ ആൻഡ് ഫങ്ഷൻ അക്കോർഡഡ് ടു ദം. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് സ്ലേവ്സ് വോയിസ് എടുക്കുന്ന രീതിയിലാണ് പ്ലോട്ടസ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ലേവ്സിന് വോയിസ് കൊടുക്കുന്ന രീതിയിൽ. ഇതൊക്കെ റോമൻ ഓഡിയൻസ് കാണുമ്പോൾ അവർക്കൊരു ബോധോദയം ഉണ്ടാവും അല്ലേ, സ്ലേവ്സിനെയും ഇൻഡിവിജ്വലായിട്ട് കാണണമെന്നുള്ള ഒരു രീതിയിലേക്ക് അവരെ ബോധം ഉണർത്താൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടസ് ഈ ഒരു വർക്കിലൂടെ ശ്രമിച്ചത്. ഓക്കെ, ഇതിൽ നമ്മൾ കുറേ സ്ലേവ്സിനെ കണ്ടു, സ്ട്രോബിലിയ, ലിക്കോണിഡസ് ആൻഡ് സ്റ്റേഫില. അവരുടെയൊക്കെ അവസ്ഥ നമുക്ക് കാണിച്ചു തരികയാണ് പ്ലോട്ടസ്. അന്നേരത്തെ സ്ലേവിൻ്റെ അവസ്ഥകൾ ഇവരിലൂടെ, ഈ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. സോ ഇനി അടുത്ത് നോക്കാം. ഇൻ എ ബിഡ് ടു fulfill his master's desires, Strobylus keeps a watch on Eucleo's house only to discover the secret about the pot of gold. അപ്പോൾ സ്ട്രോബിലസിന് മനസ്സിലായി, സ്ട്രോബിലസ് എന്ന സ്ലേവിന് മനസ്സിലായി എന്തോ ഇയാൾ ഒളിപ്പിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു വലിയ സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി സീക്രട്ട് ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡ്, ഇവിടെ ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഉണ്ട് എന്നുള്ള സീക്രട്ട് ആര് മനസ്സിലാക്കുകയാണ്, സ്ട്രോബിലസ് എന്ന സ്ലേവ് മനസ്സിലാക്കുകയാണ്. ഓൺ സീയിങ് മെനി പീപ്പിൾ ഇൻസൈഡ് ദ മൈസർ ഷിഫ്റ്റ് ഹിസ് ട്രഷേർഡ് പൊസിഷൻ ഔട്ട്സൈഡ് ദ ഹൗസ്. യൂക്ലിയോ എന്താക്കാണ്, അദ്ദേഹത്തിൻ്റെ ട്രഷർ വീട്ടിൻ്റെ പുറത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് എവിടത്തേക്കാണ് അദ്ദേഹം മാറ്റുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഒരു ഷ്രൈൻ വെച്ചിട്ട് 2 ഹൗസിനെ ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഷ്രൈനിലേക്ക് അദ്ദേഹം ആ ഗോൾഡ് മാറ്റാണ്. ഷ്രൈൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ട്രസ്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രസ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ഷ്രൈനിൽ വിശ്വസിച്ചുകൊണ്ട് യൂക്ലിയോ എന്ത് ചെയ്യാണ്, അവിടെ കൊണ്ടേക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പോട്ട് ഓഫ് ഗോൾഡ്. എന്നിട്ട് യൂക്ലിയോ ഗോഡസിനോട് പറയുന്നുണ്ട്, ട്രസ്റ്റ്, ഐ ആം ട്രസ്റ്റിങ് യു നോട്ട് ടു ടെൽ എനി വൺ അബൌട്ട് മൈ ഗോൾഡ്. എൻ്റെ ഗോൾഡിനെ കുറിച്ച് ആരോടും പറയല്ലേ, വിശ്വാസമേ, ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പറയുകയാണ്. അപ്പോൾ സ്ട്രോബിലസ് ഇതൊക്കെ കണ്ടു, സ്ട്രോബിലസ് ഇതൊക്കെ കാണുകയും ചെയ്തു. അവനെന്താ അവൻ്റെ രീതിയിൽ അവൻ്റെ ദൈവത്തിനോട് അവൻ പ്ലീഡ് ചെയ്യാണ്, പ്ലീസ് ട്രസ്റ്റ്, ഡോണ്ട് ബി ഫെയ്ത്ത്ഫുള്ളർ ടു യൂക്ലിയോ ദാൻ ടു മീ. നീ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് സത്യസന്ധനായിട്ട് എന്നോട് പെരുമാറണം, യൂക്ലിയോനോടല്ല, എന്നോടാണ് നീ ട്രസ്റ്റ് കാണിക്കേണ്ടത്, വിശ്വാസം, നീ എന്നോട് വിശ്വസ്തനായിരിക്കൂ എന്നാര് പറയാണ്, സ്ട്രോബിലസ് അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഷ്രൈനിലാണല്ലോ ഇപ്പോൾ എന്തുള്ളത്, പോട്ട് ഓഫ് ഗോൾഡ് ഉള്ളത്. സോ പെട്ടെന്ന് യൂക്ലിയോ ആരെ കാണുക, സ്ട്രോബിലസിനെ കണ്ടു ടെമ്പിളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അവനെ വലിച്ച് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അവനോട് പറയും, ഔട്ട് യു വോം, വാട്ട് ഹോൾ ഹാവ് യു ജസ്റ്റ് ക്രൗൾ ഫ്രം. നീ ഏത് കുഴിന്ന എണ്ണ വന്നതെന്ന് ചോദിക്കുകയാണ്. ഹൗ ഡിഡ് യു സഡൻലി അപ്പിയർ, നൗ ദാറ്റ് യു വിൽ ഡിസപ്പിയർ, മാഗി മെയിൽ ഫാക്ടർ, ഐ വിൽ ഡിസ്ട്രോയ് യു ഇൻ 1,000 wretched ways. ഞാൻ നിന്നെ നശിപ്പിച്ച് കളയും എന്ന് ആര് പറയാണ്, യൂക്ലിയോ പറയാണ്. അപ്പോൾ യൂക്ലിയോ പറയുന്നുണ്ട്, യു വോണ്ട് ഗെറ്റ് അവേ വിത്ത് ദിസ്. അപ്പോൾ സ്ട്രോബിലസ് പറയും, വാട്ട് ഡു യു വാണ്ട് യൂക്ലിയോ, ഗെറ്റ് ഇറ്റ് അപ്പ്.
യു ആർ നോട്ട് മൈ ടൈപ്പ്, ഐ ജസ്റ്റ് കാൺ ഗെറ്റ് ഇറ്റ് അപ്പ് ഫോർ യു. അപ്പോൾ ഇതൊക്കെ ഒരു സെക്ഷൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു പിന്നെ സെക്ഷൽ രീതിയിലുള്ള കോമഡീസ് ആര് കൊണ്ടുവരികയാണ്, പ്ലോട്ടസ് കൊണ്ടുവരികയാണ്. ഓക്കെ, അത് ആ രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുകയാണ്. പിന്നെ അതിന് ശേഷം സ്ട്രോബിലസ് എന്ത് ചെയ്യാണ്, അടുത്തതായിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ സ്ലേവിനെ എന്താക്കുകയാണ്, സ്ട്രോബിലസിനെ ആര് മാറ്റാണ്, യൂക്ലിയോ എന്താക്കുക, എന്തോ ഒരു ഒച്ച പെട്ടെന്ന് കേൾക്കും. അപ്പോൾ അദ്ദേഹം സ്ട്രോബിലസിനെ എന്താക്കും, അങ്ങ് മാറ്റും, അദ്ദേഹം വിട്ടുകളയും. സ്ട്രോബിലസ് ഒന്നും കണ്ടിട്ടില്ല എന്നങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടുകളയും. എന്നിട്ട് അദ്ദേഹം പിന്നെ ഒച്ച വരുന്ന സ്ഥലത്തേക്ക് പോകും. ആര്, യൂക്ലിയോ പോകുന്ന ടൈം സ്ട്രോബിലസ് എന്താവും, സ്റ്റേജിൽ വന്നിട്ട് അപ്പിയർ ചെയ്തിട്ട് ഓഡിയൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയും, അദ്ദേഹത്തിൻ്റെ പ്ലാൻ പറയും. I would rather die a wretched, rotten, deadly death than let that courtier go without a permission. For now, I am sure he won't dare hide his gold in here. അപ്പോൾ സ്ട്രോബിലസിന് മനസ്സിലായി, എന്നെ ഇവിടെ കണ്ടുകൊണ്ട് ഇനി എന്തായാലും യൂക്ലിയോ ഈ സ്വർണം ഇവിടെ വെക്കില്ല, ഇവിടെ നിന്ന് എന്തായാലും അവൻ മാറ്റും. അപ്പോൾ ഞാൻ എന്താക്കും, ഞാനിത് ഒളിച്ച് നിന്നിട്ട് കണ്ടുപിടിക്കും എന്നെ ചെയ്യും എന്നാര് പറയാണ്, സ്ട്രോബിലസ് ഓഡിയൻസിനോട് പറയാണ്. ഓക്കെ, അങ്ങനെ തന്നെ കഥ മുന്നോട്ട് പോവുകയാണ്. പ്ലേ മുന്നോട്ട് പോകുമ്പോൾ ആസ് മെൻഷൻ ഹെറിയർ ദ സബ്വേഴ്സീവ് ഐഡിയാസ് ബിക്കം പോസിബിലിറ്റി വിത്തിൻ ദ കോമിക് സ്ട്രക്ചർ. ദ ഓഡിയൻസ് വുഡ് ഹാവ് ഷ്യൂർലി ലാഫ്ഡ് അറ്റ് ദ സിറ്റുവേഷൻ കൺസിഡറിംഗ് ഇറ്റ് ഈസ് ദ ഐഡിയ ഓഫ് റിലേഷൻ ദാറ്റ് ലെഡ്സ് ടു എ ഫർദർ കോംപ്ലിക്കേഷൻ ഇൻ ദ പ്ലോട്ട്. ആഫ്റ്റർ സെർച്ചിങ് ഹിം യൂക്ലിയോ ലെറ്റ്സ് ഗോ ഓഫ് സ്ട്രോബിലസ് ആൻഡ് ഷിഫ്റ്റ് ദ ഗോൾ ഫ്രം ട്രസ്റ്റ് ടു സിൽവാനസ്. അപ്പോൾ സ്ട്രോബിലസ് പറഞ്ഞതുപോലെ തന്നെ ആര് മാറ്റി, യൂക്ലിയോ ആ ഗോൾഡ് എവിടെ നിന്ന് മാറ്റി, ട്രസ്റ്റിൽ നിന്ന് മാറ്റി സിൽവാൻസിലേക്ക് വെച്ചു. അതായത് ട്രസ്റ്റിൽ തന്നെ ഒരു ട്രസ്റ്റ് ഇല്ല അദ്ദേഹത്തിന്, അതായത് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന്, അതായത് ദൈവത്തിൻ്റെ കീഴിൽ നിന്ന് ആ സാധനത്തെ വേറെ സ്ഥലത്തേക്ക് മാറ്റാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ ഗോൾഡ് നഷ്ടമാവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം പറയുന്ന വരികളാണ് സ്ട്രോബിലസിൻ്റെ സ്പീച്ചിൽ. സ്ട്രോബിലസ് പറയാണ്, ഐ ആം റിച്ച്, നോട്ട് ഓൾ ദ ഫാബിൾഡ് ബേർഡ്സ് ഫ്രം റിയൽസ് ഓഫ് ഗോൾഡ്. അപ്പോൾ സ്ട്രോബിലസ് കണ്ടുപിടിച്ചു, ഇവൻ മാറ്റിവെച്ച സ്ഥലത്തുനിന്ന്, യൂക്ലിയോ മാറ്റിവെച്ച സ്ഥലത്തുനിന്ന് സ്ട്രോബിലസ് പോട്ട് ഓഫ് ഗോൾഡ് കണ്ടെത്തി. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാനിപ്പോൾ എന്തായി, റിച്ചായി, പിന്നെ ഇനി എനിക്ക് എന്താകാം. പണ്ടത്തെ കാലത്ത് ഈ സ്ലേവ്സ് ഈ റോമൻ സെറ്റിങ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ലേവ്സ് ഒരു നിശ്ചിത എമൗണ്ട് അവരുടെ ഉടമക്ക് കൊടുക്കലാണെങ്കിൽ ആ പിന്നെ മാസ്റ്റർ അവനെ ഫ്രീ ആക്കി വിടണം. അപ്പോൾ ഇപ്പോൾ പോട്ട് ഓഫ് ഗോൾഡ് ആർക്ക് കിട്ടിയ, സ്ട്രോബിലസിന് കിട്ടിയല്ലോ. അപ്പോൾ അവൻ്റെ സ്ലേവ് ഡ്യൂട്ടിയിൽ നിന്ന് അവനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റും, അവനക്ക് ഇനി ഫ്രീഡം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അവൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ പ്ലോട്ടസിൻ്റെ വേറൊരു വർക്കായ ദ ബ്രദേഴ്സ് മെനക്കമസ് കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലും സ്ലേവിൻ്റെ കഥയാണ്. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. പ്ലോട്ടസിൻ്റെ കഥകളിലൊക്കെ നമുക്ക് സ്റ്റോക്ക് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ കഥയിലുള്ള സ്ലേവായ മെസ്നിയോയും ഇതേപോലെ തന്നെ ഫ്രീഡത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സോ നെക്സ്റ്റ്, ദ ഓഡിയൻസ് ഇൻ പ്ലോട്ടസ് പ്ലേ. പ്ലോട്ടസ് പ്ലേയിൽ ഓഡിയൻസിൻ്റെ റെലവൻസ് ആണ് അടുത്ത് പറയുന്നത്. ഇൻ ദ വേൾഡ് ഓഫ് പ്ലോട്ടസ് ദ ഓഡിയൻസ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ആൻ ആക്ടർ. ഓഡിയൻസും ഈ ഒരു പ്ലേയിലെ ആക്ടറായിട്ട് മാറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യൂക്ലിയോൻ്റെ ഈ സ്വർണം നഷ്ടപ്പെട്ടതിന് ശേഷം യൂക്ലിയോ എന്ത് ചെയ്യാണ്, ഓഡിയൻസിനോട് പറയാണ്, അതായത് നിങ്ങൾക്കറിയാലോ ആരാണ് അത് എടുത്തതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ അവനെ കണ്ടെത്താൻ, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനോട് അദ്ദേഹം പിന്നെ അപേക്ഷിക്കുന്ന ഒരു സീനാണ് അടുത്ത സീൻ. അത് ആ വരികളാണ് ഇവിടെ കാണുന്നത്. ഐ കാൺ തിങ്ക് സ്ട്രേറ്റ് ടു ദ അദ്ദേഹം ഓഡിയൻസിനോട് പറയാണ്, പ്ലീസ് help me, I beseech on my knees, please I beg and I implore you, just show me who stole it. ആരാണ് അത് കട്ടെടുത്തത്, നിങ്ങൾ പറഞ്ഞു തരൂ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, I will believe you for sure. Your bearing so honest, your expression so pure. But what is it? Why laugh you? I know you are all crooks here. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയും നിങ്ങളുടെ എക്സ്പ്രഷനൊക്കെ പ്യുവറാണ്, അപ്പോൾ നിങ്ങൾ പറയുന്ന എന്തെല്ലാം വിശ്വസിക്കും, നിങ്ങൾ പറഞ്ഞത് ആരാണ് ഇത് സ്റ്റോൾ ചെയ്തതെന്ന്. അപ്പോൾ പെട്ടെന്ന് ഓഡിയൻസ് ചിരിക്കുമ്പോൾ പറയും, നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി, നിങ്ങളും വളരെ എന്താണ് കൗശലക്കാരാണ്, നിങ്ങളും ക്രൂക്സ് ആണ്. ഓക്കെ, നിങ്ങളൊക്കെ യു ആർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് ടോഗാസ്, നിങ്ങളൊക്കെ നല്ല വെള്ള വസ്ത്രത്തിലൊക്കെ വന്ന് ബെസ്റ്റ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലത്തെ ക്രൂക്കഡ് മൈൻഡുള്ളവർ വേറെ ആരുമില്ല, ചീറ്റ്സാണ്, നിങ്ങളൊക്കെ വെറും ചീറ്ററാണ്, ചതിയന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനോട് അങ്ങ് പറയാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം എന്തേക്കുന്നുണ്ട്, പിന്നെ യൂക്ലിയോ ഇൻ ഹിസ് സ്റ്റേറ്റ് ഓഫ് ഫ്രൻസി ടോക്സ്, അതൊന്നും ആവശ്യമില്ല. പിന്നെ അതിനുശേഷം പറയുന്നുണ്ട്, ഹി അക്യൂസസ് ദ ഓഡിയൻസ്. അദ്ദേഹം എന്താണ്, ഓഡിയൻസിനെ അക്യൂസ് ചെയ്യാണ്, സജസ്റ്റിംഗ് ദാറ്റ് വൺ ഓഫ് ദം മൈറ്റ് ഹാവ് സ്റ്റോളൻ ദ ഗോൾഡ്. നിങ്ങളിൽ ആരോ ഒരാളാണ് ആ ഗോൾഡ് തട്ടിപ്പറിച്ചത്. ഓഡിയൻസിനെ പറയാണ്, നിങ്ങൾ ആരോ ഒരാളാണ് ആ ഗോൾഡ് തട്ടിയെടുത്തത് എന്ന് പറഞ്ഞിട്ട്. സോ യു ആർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് ടോഗാസ് എന്ന് പറയല്ലോ, നിങ്ങളൊക്കെ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ബെസ്റ്റ് സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. ഇതിലൂടെ പ്ലോട്ടസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, വൺ ക്യാൻ വിഷ്വലൈസ് ദ സൊസൈറ്റി ഓഫ് ദ ടൈം വിത്ത് ദ പ്രിവിലേജ്ഡ് ഇൻ ദെയർ വൈറ്റ് ടോഗാസ്. അതായത് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ റോമൻ ഓഡിയൻസിനെ അദ്ദേഹം എന്ത്
എന്ത് ചെയ്യാണ്, ഹി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വിർച്യു വാസ് നോട്ട് ദ റെപ്പോസിറ്ററി ഓഫ് ദ റിച്ച്, ദേ ആർ ദ എമംഗ്സ് ദ സ്വിൻഡ്ലേഴ്സ് ആൻഡ് ചീസ്. അതായത് വെറും വെള്ളവസ്ത്രം ധരിച്ച് റിച്ചായിട്ട് നടന്നാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം, അത് ആ റിച്ച് ഒന്നും എന്തല്ല അവരുടെ വെർച്യുവിനെ കാണിക്കുന്നതല്ല. അതായത് മനസ്സിൻ്റെ ശുദ്ധിയെ ഒരിക്കലും പണം കൊണ്ടോ അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടോ കാണിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് റിച്ച് ഓർ പുവർ, നമ്മൾ മനസ്സുകൊണ്ടാണ് നന്നാണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്നത് റിനൗൺസിങ് ഫെഡ്രിയ. ഫെഡ്രിയൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫെഡ്രിയയുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫെഡ്രിയ ഓൾറെഡി റേപ്പ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഫെഡ്രിയെ റേപ്പ്ഡ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു അപ്പർ ക്ലാസ്സിലെ യങ് മാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അപ്പർ ക്ലാസ് യങ് മാൻ ആരാണെന്ന് വെച്ചാൽ മെഗഡേറസിൻ്റെ പെങ്ങളില്ലേ യുണോമിയൻ്റെ സണ്ണാണ്. ആരെ റേപ്പ് ചെയ്തത്? ഫെഡ്രിയയെ റേപ്പ് ചെയ്തത്. അവൻ്റെ പേരാണ് ലിക്കോണഡൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇനി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. മീൻ വൈൽ ലിക്കോണൈഡ്സ് ഇൻഫോംസ് ഹിസ് മദർ. അവൻ്റെ അമ്മനോട് വന്ന് പറയും. അവൻ അറിഞ്ഞു, അതായത് മെഗഡോറസ് ആരെ കല്യാണം കഴിക്കാൻ പോവാണ്, ഫെഡ്രിയെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് വന്നിട്ട് അവൻ്റെ അമ്മനോട് കാര്യങ്ങളൊക്കെ പറയും, ഫെഡ്രിയ ആയിട്ടുള്ള അവൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ യുണോമിയ ആക്സ് ഇൻ എ നോബിൾ മാനർ ആൻഡ് ടെൽസ് ഹിം ദാറ്റ് ഷീ വിൽ കൺവിൻസ് ഹർ ബ്രദർ. അപ്പോൾ യുണോമിയ പറയും, ഓക്കെ ഞാൻ മെഗഡോറസിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം, എന്നിട്ട് പിന്നെ എല്ലാം ശരിയാക്കാം എന്ന് ആരോട് പറയാണ്? ലിക്കോണോയിഡ്സിനോട് പറയാണ്. അപ്പോൾ ഫെഡ്രിയ ഏകദേശം അവളുടെ എൻഡ് ഓഫ് ഹർ പ്രഗ്നൻസി എത്തി, അതായത് പ്രസവമൊക്കെ അടുക്കാനായി ഫെഡ്രിയയ്ക്ക്. ദ ക്യാരക്ടറിസ്റ്റിക് ഡ്യുവാലിറ്റി ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡ് ആൻഡ് ഫെഡ്രിയാസ് പ്രഗ്നന്റ് കണ്ടീഷൻ മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ പ്ലേ ഈസ് ഫൈനലി ബ്രൗട്ട് ടു എ ക്ലോസ് ടുവാർഡ്സ് ദ എൻഡ്. അപ്പോൾ കഥയുടെ എൻഡിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ദ വേർഡ് പ്ലേ ബിറ്റ്വീൻ ലിക്കോണൈഡ്സ് ആൻഡ് യൂക്ലിയ കണ്ടിന്യൂസ് ആസ് ദ യങ് മാൻ സീക്സ് ദ മൈസേഴ്സ് ഫോർഗിവ്നെസ്. അപ്പോൾ യൂക്ലിയോൻ്റെ അടുത്തേക്ക് ആര് പോവുകയാണ്? ലിക്കോണൈഡ്സ് പോവുകയാണ് മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ മകളെ അവൻ പിന്നെ റേപ്പ് ചെയ്തല്ലോ, മിസ്യൂസ് ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ലിക്കോണൈഡ്സ് തൻ്റെ തെറ്റ് പിന്നെ പറയാൻ വേണ്ടി പോവുകയാണ്, തെറ്റ് സമ്മതിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം അവളെ തനിക്ക് കല്യാണം കഴിച്ച് തരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ടൈം യൂക്ലിയോ ആണെങ്കിൽ വളരെ പരിഭ്രാന്തനാണ്. അവൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് കാണാത്തതിൻ്റെ പരിഭ്രാന്തയിലാണ് അവനുള്ളത്. അപ്പോൾ ലിക്കോണൈഡ്സ് വന്നിട്ട് പിന്നെ തൻ്റെ ഈ തെറ്റ് പറയുമ്പോൾ അവന് പറയുന്ന ഡയലോഗുണ്ട്. അവൻ പറയുമ്പോൾ യൂക്ലിയോ പെട്ടെന്ന് വിചാരിക്കും ഇവനാണ് എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് എടുത്തത്, അതുകൊണ്ടാണ് ഇവൻ വന്നിട്ട് എന്നോട് എന്ത് പറയുന്നത്, അവൻ്റെ തെറ്റ് പറയുന്നത്. അപ്പോൾ ഇവന് എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കും. യൂക്ലിയോക്ക് അറിയില്ലല്ലോ തൻ്റെ മകള് റേപ്പ് ചെയ്യപ്പെട്ട കാര്യമൊന്നും. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്കൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിനടുത്ത് പറയുന്നത്. അത് ഞാൻ കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. യൂക്ലിയോ പറയുന്നുണ്ട്, വാട്ട് എവർ ഹാവ് ഐ ഡൺ ടു യു യങ് മാൻ, ഞാൻ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവനോട് പറയാണ്, ആരോട്? ലിക്കോണോയിഡൈസിനോട് പറയാണ്. വളരെ കട്ടിയുള്ള പേരുകളാണ്, സ്പെല്ലിങ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അവനോട് പറയാണ്, വൈ ഡിഡ് യു ബിഹേവ് സോ ബ്രിങ്ങിങ് മച്ച് മിസ്ഫോർച്യൂൺ അസ് ഓൾ. എന്തിനാണ് നീ ഞങ്ങളിങ്ങനെ പിന്നെ ഇതാക്കുന്നത്? നീ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ്? വാട്ട് എവർ ഹാവ് ഐ ഡൺ ടു യു യങ് മാൻ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിക്കോണൈഡ്സ് പറയുന്നുണ്ട്, പാഷൻ റൂത്ത്ലെസ് ഗോഡ് കമ്പൽഡ് മീ ഇറസിസ്റ്റിബിളി. അതായത് പിന്നെ ഞാൻ അറിയാണ്ട് ചെയ്തു പോയാണെന്നുള്ള മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിൽ അവൻ പറയുകയാണ്. അപ്പോൾ യൂക്ലിയോ പറയും, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ യൂക്ലിയോ ആദ്യം വിശ്വസിക്കും, ഇവൻ പറയുന്നത് എന്താ, പോട്ട് ഓഫ് ഗോൾഡ് എടുത്തതിന് വന്നിട്ട് തെറ്റ് സമ്മതിച്ച് വന്നിട്ട് മാപ്പ് അപേക്ഷിക്കുന്നതാണെന്ന് യൂക്ലിയോ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ലിക്കോണൈഡ്സ് എന്തിനാ മാപ്പ് പറയുന്നത്? യൂക്ലിയോയുടെ മകളെ റേപ്പ് ചെയ്ത കാര്യമാണ് ഈ ലിക്കോണൈഡ്സ് പറയുന്നത്. ഇതൊക്കെ ഓഡിയൻസിന് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ യൂക്ലിയോക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ ഈ കോൺവെർസേഷൻ ചിരി ഉണർത്തും അല്ലേ ഓഡിയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ അതാണ് പ്ലോട്ടസ് ഇവിടെ ചെയ്യുന്നത്. യൂക്ലിയോ പറയുന്നുണ്ട്, ഹൗ വുഡ് യു എവർ ഡെയർ ടു ലേ എ ഫിംഗർ ഓൺ വാട്ട്സ് വാസ് ഇൻ യുവേഴ്സ്. നീ എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണ് നീ വിരൽ വെച്ചത് നിൻ്റേതല്ലാത്തൊരു കാര്യത്തിൽ എന്ന് പറയും. അപ്പോൾ ലിക്കോണൈഡ്സ് വിചാരിക്കുന്നത് എന്താ, പിന്നെ ഓക്കെ യൂക്ലിയോക്ക് അറിയാം തൻ്റെ മകളെ ചെയ്തതാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് യൂക്ലിയോ പറയും, നത്തിങ് ക്യാൻ ബി ചേഞ്ച്ഡ്, ദ ഡീഡ് ഈസ് ഡൺ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്തു പോയി. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് അണ്ടൺ എങ്ങനെ ചെയ്യും? ചെയ്തു പോയ തെറ്റ് എങ്ങനെയാണ് ഇനി മാറ്റാൻ പറ്റുക? ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ലിക്കോണൈഡ്സ് പറയണം. ഇപ്പം ക്ലിയർ ആവുന്നില്ല അല്ലേ, യൂക്ലിയോൻ്റെ ഇടയിലും ലിക്കോണൈഡ്സിൻ്റെ ഇടയിലും എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവാത്ത ലെവലിലേക്ക് എത്തി. രണ്ടാളും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ലിക്കോണൈഡ്സ് യൂക്ലിയോനെയും തെറ്റിദ്ധരിക്കുന്നു, യൂക്ലിയോ ലിക്കോണൈഡ്സിനെയും തെറ്റിദ്ധരിക്കുന്നു. ആൻഡ് ദെൻ എക്സാമിൻ ഇൻ ദ ഫൈനൽ റിവീലേഷൻ. ഇനി അതാ റിവീൽ ആകാൻ പോവുകയാണ്. യൂക്ലിയോ ചോദിക്കും, ഐ ഓൾറെഡി ഹാവ് റീസൺ ടു ടേക്ക് യു സ്ട്രേറ്റ് ഇൻ ടു കോർട്ട്. അതായത് നിന്നെ ഇപ്പം തന്നെ എനിക്ക് കോടതിയിൽ കൊണ്ടുപോകാൻ പറ്റും.
പക്ഷേ നീ എന്ത് ചെയ്യും, ഞാൻ ഇന്നെ കോടതിയിലൊന്നും കൊണ്ടുപോകുന്നില്ല, നീ അങ്ങ് തിരിച്ച് തന്നേക്ക് എന്ന് പറയും. അപ്പം ലിക്കോണൈഡ്സ് ചോദിക്കും, എന്ത് ഗിവ് വാട്ട് ബാക്ക്, എന്താ ഞാൻ എനിക്ക് തിരിച്ചു തരണ്ടേ? അപ്പോൾ യൂക്ലിയ പറയും, വാട്ട് യു ഹാവ് ജസ്റ്റ് റോബ്ഡ് ഫ്രം മീ, നീ എൻ്റെ അടുത്ത് നിന്ന് കട്ടെടുത്ത സാധനം തന്നെ. അപ്പോൾ ലിക്കോണൈഡ്സ് പറയും, വാട്ട് ഓൺ എർത്ത് ആർ യു ഡിസ്കസ്, നിങ്ങൾ എന്ത് കാര്യമാണ് ഈ ഭൂമിയിൽ എന്ത് കാര്യം നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ ഹാവ് നോട്ട് റോബ്ഡ്, ഞാൻ ഒന്നും കട്ടെടുത്തിട്ടില്ല. അപ്പോൾ യൂക്ലിയ പറയും, ജൂപ്പിറ്റർ ദ മാൻ പ്രിറ്റൻസ് ഹി ഡസ് ഇന്നോ, ഓ നീ അറിയാത്ത പോലെ ഒന്നും അഭിനയിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ലിക്കോണൈഡ്സ് പറയും, അൺലെസ് യു ടെൽ മീ, നീ പറയുന്നിടത്തോളം എനിക്കത് മനസ്സിലാവുന്നില്ല, നീ ഒന്നിക്ക് കാര്യം വ്യക്തമായി പറയൂ എന്ന് പറയും. അപ്പോൾ യൂക്ലിയ പറയും, പോട്ട് ഓഫ് ഗോൾഡ്, ദാറ്റ്സ് വാട്ട് യു സ്റ്റോൾ ഫ്രം മീ, നീ പോട്ട് ഓഫ് ഗോൾഡ് എടുത്തില്ല എൻ്റെ അടുത്തുനിന്ന് എന്ന് പറയും. ഓക്കെ, അപ്പോൾ യൂക്ലിയോക്ക് മനസ്സിലാവും. അപ്പോൾ ഈ യൂക്ലിയോ പൊട്ടന് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുള്ള കാര്യം ലിക്കോണൈഡ്സിനും മനസ്സിലാവും. അപ്പോൾ ലിക്കോണൈഡ്സ് പറയും, യു ഹാവ് എ ഡോട്ടർ, നിനക്കൊരു മോളില്ലേ? അപ്പോൾ യൂക്ലിയോ പറയും, ദാറ്റ്സ് കറക്റ്റ്, അറ്റ്ലീസ്റ്റ് അറ്റ് ഹോം ഐ ഡു, എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയും. അപ്പോൾ ലിക്കോണൈഡ്സ് പറയും, പ്ലെഡ്സ് ടു മാരി അങ്കിൾ മെഗഡോറസ്, എൻ്റെ അങ്കിളിനെയാണ് നിങ്ങൾ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്, മെഗഡോറസിന്. അതെ കറക്റ്റാണെന്ന് യൂക്ലിയ പറയും. അപ്പം അദ്ദേഹം പറയും, പിന്നെ ലിക്കോണൈഡ്സ് പറയും, അങ്കിള് പിന്നെ അനൗൺസ് ചെയ്തു. എന്ത് അനൗൺസ് ചെയ്തു? ഇവളുമായിട്ടുള്ള കല്യാണം ഇനി നടക്കില്ല എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് ലിക്കോണൈഡ്സ് യൂക്ലിയനോട് പറയും. അപ്പോൾ യൂക്ലിയോ എന്ത് പറയും, അയ്യോ പിന്നെ ഓൾ ദി ഇമോർട്ടൽ ഗോഡ്സ് ആൻഡ് ഗോഡസ് ഷുഡ് കേഴ്സ് ഹിം അട്ടർലി, അവനെ എന്തായാലും ശപിക്കും, എല്ലാ ദൈവങ്ങളും അവനെ ശപിക്കും, എൻ്റെ മോളെ വേണ്ടാന്ന് വെച്ചാൽ അവനെ എല്ലാ ദൈവങ്ങളും ശപിക്കും എന്ന് പറയും. അപ്പം അവൻ കാരണമാണ് എനിക്ക് ഇന്ന് എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് വരെ നഷ്ടമായെന്ന് ആര് പറയും? യൂക്ലിയോ പറയും. അപ്പോൾ ലിക്കോണൈഡ്സ് പറയും, ഡു ചിയർ അപ്പ് ആൻഡ് ഹോൾഡ് യുവർ കേസസ്, നീ ശപിക്കാൻ വരട്ടെ, റാദർ ആസ്ക് ഫോർ ബ്ലെസ്സിങ്സ് നൗ ഫോർ യുവർ സെൽഫ് ആൻഡ് ഫോർ യുവർ ഡോട്ടർ, സേ വിത്ത് മീ സോ പ്ലീസ് ദ ഗോഡ്സ്, നീ ബ്ലെസ്സിങ്സിനാണ് ഇപ്പം ചോദിക്കേണ്ടത്. കാരണം എന്താ, ആൻഡ് മേ ഐ ആസ്ക് ഫോർ ബ്ലെസ്സിങ്സ് ഫോർ മൈ സെൽഫ് ആസ് വെൽ, നൗ ലിസൺ ഹിയർ, നോ മാൻ ഓൺ ദിസ് എർത്ത് സോ ബേസ് ഹി ഈസ് നോട്ട് അഷേംഡ് ബൈ സം മിസ്ഡീഡ് ഹി ഈസ് ഡൺ. അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിൻ്റെ മകളെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്രോങ് ചെയ്തിട്ടുണ്ട്, റേപ്പ് ചെയ്തു പോയിട്ടുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യുക, മാപ്പ് നൽകിയിട്ട് അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് അദ്ദേഹം ആര് പറയാണ്, ലിക്കോണൈഡ്സ് യൂക്ലിയോനോട് പറയാണ്. അപ്പോൾ യൂക്ലിയോ എന്താക്കുക, ലാസ്റ്റ് യൂക്ലിയോ എന്ത് ചെയ്യും, സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ ഫെഡ്രിയ ഈസ് റിനൗൺസ്ഡ് ബൈ മെഗഡോറസ്, ഷീ ഈസ് നോട്ട് ആസ്ക്ഡ്, ഹാസ് നോ സേ ഇൻ ഐദർ ദ ഫിക്സിംഗ് ഓഫ് ദിസ് മാച്ച് ഓർ ഹെർ റിനൗൺസിയേഷൻ. അതായത് ഫെഡ്രിയൻ്റെ കല്യാണം മുടങ്ങിയല്ലോ മെഗഡോറസായിട്ട്. അപ്പോൾ കല്യാണം ഉറപ്പിക്കുമ്പോഴും ആരോട് ചോദിച്ചിട്ടില്ല, പിന്നെ ഫെഡ്രിയോട് അവളുടെ കൺസെൻറ്റ് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ കല്യാണം പിന്നെ ഇല്ലാതാക്കുമ്പോഴും അവളുടെ കൺസെൻറ്റ് ചോദിച്ചിട്ടില്ല. അതായത് വുമണിന് ഒരു റോളും അന്നത്തെ കാലത്ത് ഇല്ല എന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. കല്യാണം ഉറപ്പിക്കാനായാലും മുടക്കാനായാലും പിന്നെ സ്ത്രീക്ക് ഒരു റോളും അവിടെ ഇല്ല. അതൊക്കെ ആണൊരുത്തൻ തീരുമാനിക്കുന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇവിടെ മുന്നോട്ട് കഥ പോകുന്നത്. ഓക്കെ അതിനുശേഷം പിന്നെ ഫെഡ്രിയയും എന്ത് ചെയ്യാണ്, ലിക്കോണൈഡ്സിന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് ആര് തീരുമാനിക്കുകയാണ്, യൂക്ലിയോ തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഇനി എൻഡിങ്ങിലേക്ക് പോവുകയാണ് കഥയുടെ. പിന്നെ അതിൽ തന്നെ യൂക്ലിയോൻ്റെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ലിക്കോണൈഡ്സ് ഈ പിന്നെ ഫെഡ്രിയെ റേപ്പ് ചെയ്ത് അവളെ അവൻ തന്നെ കല്യാണം കഴിക്കുന്നത് അവൻ വലിയ എന്തോ നോബിൾ കാര്യം പോലെയാണ് വിചാരിക്കുന്നത്. അതായത് ഞാൻ എന്തായാലും അവളെ തന്നെ കല്യാണം കഴിക്കുന്നത് ഒരു വലിയ സംഭവമാണ് എന്നുള്ള ഒരു രീതിയിൽ. അതായത് അന്നത്തെ കാലത്ത് ഇതൊക്കെ സാധാരണമാണ്, പെണ്ണിനെ റേപ്പ് ചെയ്താലൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കഥ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത്രയും വലിയൊരു അപരാധം ചെയ്തിട്ടും അവൻ എന്ത് ചെയ്യാണ്, ലിക്കോണൈഡ്സ് ഈസ് കൺവിൻസ്ഡ് ഹി ഈസ് ഡൂയിങ് സംതിങ് നോബിൾ ബൈ മാരിയിങ് ദ വുമൺ ഹി ഹാസ് റോങ്ഡ്. അവൻ റേപ്പ് ചെയ്ത പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്തോ വലിയ നോബിൾ പ്രവൃത്തി പോലെയാണ് അവന് തോന്നുന്നത്. അതിനുശേഷം എൻഡിങ്ങിലേക്ക് വരുമ്പോൾ പിന്നെ മീൻ വൈൽ സ്ട്രോബുലസ് സീക്സ് ഫ്രീഡം ത്രൂ ദ 4 pound pot of gold ആൻഡ് ഇൻ ദ പ്രോസസ് റിവീൽസ് ദ തെഫ്റ്റ്. അപ്പോൾ ഈ സ്ട്രോബുലസ് ആരുടെ അടിമയാണ്, ലിക്കോണൈഡ്സിൻ്റെ അടിമയാണ്. മെഗഡോറസും ലിക്കോണൈഡ്സും ഒക്കെ ബന്ധുക്കളാണല്ലോ. അപ്പോൾ ലിക്കോണൈഡ്സിൻ്റെ അടിമയാണ് ആര്, സ്ട്രോബുലസ്. അപ്പോൾ സ്ട്രോബുലസ് ആരടുത്തേക്കാണ് ഈ പോട്ട് ഓഫ് ഗോൾഡ് ആയിട്ട് വരുന്നത്, ലിക്കോണൈഡ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇതാ പോട്ട് ഓഫ് ഗോൾഡ്, എന്നെ ഇനി എന്ത് ചെയ്യണം, എന്നെ സ്ലേവ് പണിയിൽ നിന്നും എന്താക്കണം, പുറത്തിറക്കി തരണം, എനിക്ക് ഫ്രീഡം തരണം. അപ്പോൾ ഹി ഏർജസ് ഹിസ് മാസ്റ്റർ ടു ട്രാൻസാക്ട് ഗോൾഡ് ഫോർ ഹിസ് ഫ്രീഡം. നൗ പ്ലീസ് സർ സെറ്റ് മീ ഫ്രീ, എന്നെ ഫ്രീ ആക്കി വിടൂ. അപ്പോൾ ലിക്കോണൈഡ്സ് കാണുകയാണ് ഈ ഒരു സംഭവം കണ്ടു, പോട്ട് ഓഫ് ഗോൾഡ് കണ്ടപ്പോൾ അവനക്ക് എല്ലാം മനസ്സിലായി. അപ്പോൾ ഇവനാണ് കള്ളൻ. അപ്പോൾ അവൻ എന്ത് പറയാണ്, ഫിൽത്തി ഫൗണ്ട് ഓഫ് ഫെലോണി, അവനെ ചീത്ത വിളിക്കുകയാണ്. അതിന് ശേഷം അവൻ പറയും, ലിക്കോണൈഡ്സ് പറയും, എന്ത് ചെയ്യില്ല, പിന്നെ നിനക്ക് എന്ത് തരില്ല,
പിന്നെ ഫ്രീഡം തരില്ല, ഗിവ് മീ ബാക്ക് ദ ഗോൾഡ് ഇങ്ങ് തിരിച്ചതാന്ന് പറയും. അപ്പോൾ സ്ട്രോബ്ലസ് എന്താണ് ചലഞ്ച് ചെയ്യാണ്, പിന്നെ എന്നെ കൊന്നാലേ എനിക്കിത് കിട്ടുള്ളൂ, കൊന്നാലേ ഇത് കിട്ടില്ല എന്ന് പറയാം. ഹെർക്കുലസ് യു വിൽ ഹാവ് ടു കിൽ മീ ഓർ യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. ഒന്നുകിൽ നീ എന്നെ കൊല്ലണം അല്ലെങ്കിൽ നിനക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ആർക്ക് സ്ലേവിന് ഫ്രീഡവും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ പോട്ട് ഓഫ് ഗോൾഡ് ആർക്ക് കിട്ടി? ലിക്കോണൈഡ്സിൻ്റെ കയ്യിലേക്ക് എത്തി. ലിക്കോണൈഡ്സ് എന്തൊക്കെയാണ് ഇനി അതിന് ശേഷം യൂക്ലിയോക്ക് തിരിച്ചു കൊടുക്കും. യൂക്ലിയോക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ യൂക്ലിയോ എന്ത് ചെയ്യുന്നില്ല, അത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് ആർക്ക് തന്നെ കൊടുക്കുകയാണ്, യൂക്ലിയോ അത് ഫെഡറിയക്കും ഫെഡറിയെ കല്യാണം കഴിക്കുന്ന ലിക്കോണൈഡ്സിനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഐ നെവർ ഹാഡ് എ മൊമെൻറ്റ്സ് പീസ് നോട്ട് ഡേ ഓർ നൈറ്റ്, നൗ ഐ ക്യാൻ റെസ്റ്റ്. എനിക്ക് ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയ പിന്നെ ഒരു സമാധാനവും, രാവിലെ ആയാലും രാത്രി ആയാലും എനിക്ക് സമാധാനമില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾ വെച്ചോ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, യൂക്ലിയോ ആ പോട്ട് ഓഫ് ഗോൾഡ് ഫെഡറിയക്കും ലിക്കോണൈഡ്സിനായിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ച് വീണ്ടും എത്താം. അതായത് ലാർ ഫെമിലിയാരിസ് പ്രൊലോഗിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫെഡറിയയുടെ ജീവിതം സെറ്റാക്കി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അവളെ റേപ്പ് ചെയ്തവനെ കൊണ്ട് തന്നെ അവനെ കല്യാണം കഴിപ്പിക്കും. ഈ പോട്ട് ഓഫ് ഗോൾഡ് ആർക്കുള്ളതാണ്, ഫെഡറിയക്കുള്ളതാണെന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ കഥ എത്തിത്തീരുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ പ്ലേയിൽ കഥ എന്ന് പറയുന്നത് പ്ലേ ആണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഈ പ്ലേയിൽ ഇത്രയാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു പ്ലേയുടെ കഴിയുകയാണ്. അപ്പോൾ ഈ പ്ലേയിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഈ ഒരു ചാപ്റ്ററിലൂടെ അന്നത്തെ കാലത്തെ സിസ്റ്റം ഓഫ് ഡൗറി, പിന്നെ അതുപോലെ തന്നെ വുമണിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ ലിക്കോണൈഡ്സും പിന്നെ അതുപോലെ തന്നെ അന്നത്തെ സ്ലേവ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ലിക്കോണൈഡ്സ് പിന്നെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് പിന്നെ അവളെ കല്യാണം കഴിക്കുന്നത് ഒരു നോബിൾ പ്രവൃത്തി പോലെ കാണുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലായി. അങ്ങനെ പോട്ട് ഓഫ് ഗോൾഡ് ആർക്ക് കൊടുക്കുകയാണ്, ഫെഡറിയക്കും ലിക്കോണൈഡ്സിനും തന്നെ ആര് ഏൽപ്പിക്കുകയാണ്, യൂക്ലിയോ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ വെൽത്ത് കൊണ്ടൊന്നും സമാധാനം കിട്ടില്ല എന്നുള്ളൊരു പോയിൻറ്റും കൂടി നമുക്കിവിടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡ് ആയെങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ വീണ്ടും വീഡിയോ ചെയ്യാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.